എത്ര മാധുര്യമേറിയതാണ്. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായ എന്ന് കരുതപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധീനതയിൽ നിന്നും ഇന്ത്യ എന്ന മനോഹരമായ നാം പാർക്കുന്ന ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 78 വർഷം തികഞ്ഞ് 79ാമത് സ്വാതന്ത്ര്യ ദിനം നാം ആഘോഷിക്കുമ്പോൾ നമ്മളെ പലതരത്തിൽ വരിഞ്ഞു മുറുക്കുന്ന എത്രയോ അപകടകരമായ ബന്ധനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. വേദങ്ങൾ, ഉപനിഷത്തുകൾ, മതഗ്രന്ഥങ്ങൾ ഇതെല്ലാം സാധൂകരിച്ചിട്ട് പറയുന്നു ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകം പറയുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകിത്തന്ന യേശുവെന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. എനിക്ക് മുമ്പായി ഇവിടെ സന്ദേശം അറിയിച്ച പ്രിയ ജോസാറ് ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. തന്നോട് ചോദിച്ചാൽ താൻ പറയും, ഇവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ എല്ലാം ആകത്തുകയൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ലഹരിയുടെ സ്വാധീനമുണ്ട്, അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു മദ്യത്തിൻ്റെ സ്വാധീനമുണ്ട്. ആരും മദ്യം കുടിക്കണമെന്ന് പറഞ്ഞ് ആരും അതിലേക്ക് പോകുന്നില്ല. ലഹരി ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് ആരും അതിലേക്ക് എത്തപ്പെടുന്നില്ല. എങ്ങനെയോ അതിലേക്ക് അകപ്പെടുകയാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഒന്ന് രുചിച്ചു നോക്കി, അതിൽ അടിമയായി. ഇന്ന് പുന്നമൂട് പട്ടണത്തിനകത്ത് ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു. ഞങ്ങളുടെ കൂടെ ഇവിടെ ചെറുപ്പക്കാരായ ഒത്തിരി പേരുണ്ട്, യൗവനക്കാരായ പ്രിയപ്പെട്ടവരുണ്ട്, വാർദ്ധക്യത്തിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളും ഒരു കാലത്ത് ഇതിനെല്ലാം അടിമകളായിരുന്നു. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയത് ഇസങ്ങളല്ല, മതങ്ങളല്ല, മറിച്ച് അതിനേക്കാൾ അപ്പുറമായി ഞങ്ങളെ നന്നായി അറിയുന്ന, സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ടായിരുന്നു.